നമസ്കാരം. പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന നിലപാട് ആവർത്തിച്ച് BSF. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നുഴഞ്ഞുകയറ്റം, മറ്റു പ്രകോപനങ്ങൾ എന്നിവ ഉണ്ടാവുമെന്നാണ് വിവരങ്ങളെന്നും ഈ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നും BSF IG ശശാങ്ക് ആനന്ദ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര അതിർത്തിയിൽ BSF സജ്ജമാണ്. അസിസ്റ്റന്റ് കമാൻഡന്റ് നേഹ ഭണ്ഡാരി ഉൾപ്പെടെയുള്ള BSF വനിതാ ഉദ്യോഗസ്ഥർ ഫോർവേഡ് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മാതൃകാപരമായി ധൈര്യം പ്രകടിപ്പിച്ചു. പാക് ഷെല്ലാക്രമണം നടന്നതിനിടെ രാജ്യത്തേക്ക് ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചു. അത്തരം 50ഓളം ശ്രമങ്ങൾ പരാജയപ്പെടുത്തി. മെയ് 9, 10 തീയതികളിൽ അഗ്നൂരിനടുത്തുള്ള അതിർത്തിയിൽ പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തു. മറുപടിയായി ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധപ്പെട്ട ലോണി ലോഞ്ച് പാഡിൽ BSF ആക്രമണം നടത്തി. 72 പാക് പോസ്റ്റുകളും 47 ഫോർവേഡ് പോസ്റ്റുകളും തകർത്തു. സാംബ സെക്ടറിലെ BSFന്റെ ഒരു പോസ്റ്റിന് സിന്ദൂർ എന്നും മറ്റ് 2 എണ്ണത്തിന് പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ച 2 ഉദ്യോഗസ്ഥരുടെ പേരുകൾ നൽകി. BSF സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ്, കോൺസ്റ്റബിൾ ദീപക് കുമാർ, സൈനികൻ നായിക് സുനിൽകുമാർ എന്നിവരാണ് മെയ് 10 പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിലെ ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ച് കോൺഗ്രസ് നേതാവും MPയുമായ ശശി തരൂർ വിദേശ പര്യടനം തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഉയർത്തുന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അയച്ച 7 സർവകക്ഷി സംഘങ്ങളിൽ ഒരു സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. നിലവിൽ ഗയാന സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഇന്ത്യയുടെ നടപടികൾ പൂർണ്ണമായും പ്രതികാര നടപടി മാത്രമാണെന്നും പാകിസ്ഥാനുമായി ദീർഘകാല സംഘർഷത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇന്ത്യ നടത്തിയ ഓരോ ആക്രമണവും പാകിസ്ഥാനുള്ള തിരിച്ചടി മാത്രമായിരുന്നു. അത് വളരെ കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള യുദ്ധത്തിന്റെ തുടക്കമാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലെന്നും തരൂർ ഉറപ്പിച്ചു പറഞ്ഞു. ആശങ്ക അറിയിച്ച് വിവിധ ലോകരാജ്യങ്ങൾ ഞങ്ങളെ വിളിച്ചപ്പോൾ യുദ്ധത്തിന് താല്പര്യമില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ എല്ലാവർക്കും നൽകിയതെന്നും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന സ്ഥിരമായ നയതന്ത്ര സന്ദേശം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ശത്രുത അവസാനിപ്പിച്ചാൽ ഇന്ത്യയുടെ പ്രതികാര നടപടികളും ഇല്ലാതാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് നിർത്തിയാൽ ഇന്ത്യ തിരിച്ചടിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂറിനിടെ മെയ് 10 രാവിലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഡയറക്ടർ ജനറലിന്റെ മിലിറ്ററി ഓപ്പറേഷൻസിനെ ബന്ധപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത തരൂർ വ്യക്തമാക്കി. ഈ സമാധാനം ശക്തിയിൽ വേരൂന്നിയതാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ആക്രമണ സാധ്യത ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ കാരണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് നമ്മൾ സമാധാനത്തിന്റെ പാതയിലാണ്. നമ്മൾ ഈ സമാധാനത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. അതും വളരെ വ്യക്തമായ സന്ദേശമാണ്. എന്നാൽ ഇന്നലെ നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഭയം കൊണ്ടല്ല, മറിച്ച് ശക്തിയോടെ സമാധാനത്തിൽ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അദ്ദേഹം വ്യക്തമാക്കി. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആളുകൾ വീണ്ടും നമ്മളെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അവർ ഞങ്ങളെ വീണ്ടും ആക്രമിച്ചാൽ അവർ അത് കൂടുതൽ വഷളാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഭീകരവാദത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ പാകിസ്ഥാൻ വൻ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സമാധാനമായിരുന്ന് റൊട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ തന്റെ വെടിയുണ്ടകളെ നേരിടാൻ ഒരുങ്ങുകയോ എന്നീ 2 മാർഗങ്ങളാണ് പാകിസ്ഥാന് മുന്നിലുള്ളതെന്നും മോദി പറഞ്ഞു. പാകിസ്ഥാനെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ അവിടുത്തെ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഗുജറാത്തിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം 1947 ആദ്യത്തെ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തന്നെ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണമായിരുന്നുവെന്നും മോദി പറഞ്ഞു. അതേ മുജാഹിദീനുകൾ കഴിഞ്ഞ 75 വർഷമായി രക്തച്ചൊരിച്ചിൽ തുടരുകയാണ്. അന്നത്തെ ആക്രമണമാണ് മറ്റൊരു രൂപത്തിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് ഉപദ്രവമായി മാറിയിരിക്കുന്നതെന്നും മോദി പറഞ്ഞു.